നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ കറൻറ്റ് ഫീലിങ്സ് എന്താണെന്നുള്ള റീഡിങ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്ന, പോസിറ്റീവ് ആകുന്ന, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന നല്ലൊരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റം വരാൻ വേണ്ടി നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന പോലെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ആണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, എങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത്, അത് നിങ്ങൾ കറൻറ്റ്ലി ആ അവസ്ഥയിലൂടെ പോകുന്നു. ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളുമായിട്ട്, ആ വ്യക്തികളുമായിട്ടുള്ള ബന്ധം ഞാൻ ഇന്ന രീതിയിൽ കണക്റ്റഡായി പോകുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് തന്നെ വളരെയധികം വിശ്വാസത്തോടും ഹാപ്പി മൊമെൻറ്റ്സ്, വളരെയധികം സന്തോഷത്തോടും കൂടി വേണം നിങ്ങൾ അഫർമേഷൻസുകൾ എഴുതുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായ കാര്യങ്ങൾ തന്നെ സംഭവിച്ചിരിക്കും, അതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. കൂടാതെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റും പ്രസൻറ്റ് ഫ്യൂച്ചറും എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിലൂടെ നിങ്ങൾക്ക് കടന്നു പോയിട്ടുള്ളത്, ഇനി വരാൻ പോകുന്നത്, ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമാകുന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ടാറോ റീഡിങ്സ് എന്ന് ഫസ്റ്റ് തന്നെ മനസ്സിലാക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, വശീകരണമൊന്നും ടാറോ റീഡിങ്ങുകൾ ചെയ്യുന്നവരെ കൊണ്ട് സാധ്യമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും തന്നെ ചെയ്യാറില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് മാത്രം കൈകാര്യം ചെയ്യുക കേട്ടോ. അതുപോലെ റീഡിങ്സ് റെസനേറ്റ് ആവുകയും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. നമുക്ക് റീഡിങ്സിലേക്ക് അടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 2 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ. ആ ഒരു വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതൊരു ഇൻഡിസിഷൻ എനർജിയാണ്. ഒരു ബ്ലൈൻഡ് എനർജിയിലാണ് ആ ഒരു വ്യക്തി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. കുറ്റപ്പെടുത്തുന്നു എന്നൊരവസ്ഥയാണ്. ഒരു പക്ഷേ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ വ്യക്തിക്ക് ചുറ്റും നിന്ന് പലരിൽ നിന്നും കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ മനസ്സാക്ഷി ആ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസും നമുക്കിതിൽ കാണുന്നുണ്ട്. ഏറ്റവും മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരിപ്പോൾ വല്ലാതെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. അവർ കർമ്മ നേരിടുന്ന, അവരെടുത്ത് ചാടി, അവരുടെ ഒരു മുൻവിധി ഇല്ലാതെ അവരുടെ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഫലമായിട്ട് അവരിപ്പോൾ ഒരു കർമ്മ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതായത് നല്ലതും ചീത്തയുമാണോ എന്നൊന്നും ചിന്തിക്കാതെ മുന്നും പിന്നും നോക്കാതുള്ള അവരുടെ ചില പ്രവൃത്തികളാവാം, ചില വാക്കുകളാവാം, ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചതായിരിക്കാം. അവരെ സംബന്ധിച്ച് അവർ പാസ്റ്റിൽ ചെയ്ത ചില കാര്യങ്ങളുടെ ഫലം ഇപ്പം അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അത് ബാഡ് കർമ്മ എനർജിയിലാണ് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അതായത് അവർക്ക് വല്ലാത്ത ഒരു നഷ്ടം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവർക്ക് വല്ലാത്ത ഒരു തളർച്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ജീവിതത്തിൽ ഇനി എന്ത് എന്നുള്ളത് അവർക്കൊരു വ്യക്തതയുമില്ല. കൂടാതെ തന്നെ അവരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അവർക്ക് കുറ്റപ്പെടുത്തുന്നതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അതിന് മറുപടി പറയാൻ പോലും ഇവർക്ക് സാധിക്കാത്ത അവസ്ഥയിൽ ഇവർ സ്റ്റക്കാണ്. അവരുടെ മനസ്സാക്ഷിക്ക് മുന്നിൽ പോലും അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അവർക്ക് ഒന്നും പറയാനില്ല. അവർ ശൂന്യമാകുന്ന ഒരു എനർജിയിലൂടെയാണ് കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ പാസ്റ്റിൽ അവർ മറ്റാരുടെയൊക്കെ വാക്കുകൾക്ക് വാല്യൂ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷനെ ബേസ് ചെയ്തായിരിക്കാം, അതല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുമായിരിക്കാം, ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയൊക്കെ ആയിരിക്കാം. ഇവരുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഒരു പക്ഷേ ഒരു ആത്മാഭിമാനത്തെ ബേസ് ചെയ്തോ മറ്റാരുടെയൊക്കെ വാക്കുകൾ ഇവർ കേട്ടിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കേട്ടത്, അതായത് മറ്റൊരാളുടെ വാക്കുകൾ
വാക്കുകൾക്ക് ഇവർ വാല്യൂ കൊടുത്ത് നിന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാനോ ക്ലാരിറ്റി വരുത്താനോ ശ്രമിക്കാതെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇവർ ഫോക്കസ് ചെയ്തതിൻ്റെ ഫലമെന്ന് പറയുന്നത് ഇന്ന് അവരുടെ ജീവിതത്തിൽ അവരൊരു ശൂന്യത നിറഞ്ഞ ഒന്നുമല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അവരിപ്പോൾ ഒരു ജസ്റ്റിസ് എനർജിയിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ കർമ്മ എനർജിയിലാണ്. അവർ ചെയ്ത പ്രവർത്തികളുടെ അല്ലെങ്കിൽ അവർ ന്യായപൂർവ്വം കാര്യങ്ങളെ കാണാതിരുന്നതിൻ്റെ അവരുടെ വ്യക്തിത്വം കൊണ്ട് അവർ അടിയറ വെച്ചതിൻ്റെ ഫലം ഇന്നവർ 100% എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഒരു പക്ഷേ ഇതിനകത്ത് പലരും നിയമപരമായ ഒരു പോരാട്ടത്തിലായിരിക്കാം. ലീഗൽപരമാകുന്ന പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാതെ ഒരു പടുകുഴിയിൽ വീണ് കിടക്കുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ നല്ലതായ പല കാര്യങ്ങളും വരുന്നതൊന്നും ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ശരിക്കും സ്ട്രഗിൾ ചെയ്യുകയാണ്. അതായത് അവർ കുറ്റബോധം അനുഭവിക്കുന്നു എന്നും പറയേണ്ടി വരും. അവരെ സംബന്ധിച്ച് അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത എനർജിയാണ്. മുന്നോട്ടേക്ക് അവർക്ക് ശക്തമാകുന്ന ഹാർട്ട് ബ്രോക്കൺ തന്നെയാണ് വരാൻ പോകുന്നത്. അവർക്ക് ഉടനെ ഒന്നും ഒരു അടുത്ത കാലഘട്ടങ്ങളിലൊന്നും അവർക്ക് സ്വസ്ഥവും സമാധാനപരമാകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവരെങ്ങോട്ടെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് അതല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് മറ്റൊരിടത്തേക്ക് പോകണമെന്ന് ഈ ഒരു പേഴ്സൺ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ തേർഡ് പാർട്ടി എനർജി ആയിട്ട് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസ് അത് അവരുടെ ഫാമിലി തന്നെ ആവാൻ തേർഡ് പാർട്ടി ആയിട്ട് ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്ക് കണക്ട് ചെയ്യപ്പെടുമ്പോൾ ഫാമിലി തേർഡ് പാർട്ടി ആയിട്ട് വരും കേട്ടോ. ആ ഒരു എനർജി ആയിരിക്കാം അവരങ്ങനെ മുന്നോട്ടേക്ക് പോയാലോ എന്ന് ചിന്തിക്കുന്ന ചില എനർജി കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചൊരു ലോങ് ഡിസ്റ്റൻസിലേക്ക് മറ്റൊരിടത്തേക്ക് മാറി ജീവിതത്തെ മാറ്റി എഴുതാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു എസ്കേപ്പിംഗ് എനർജി ഈ ഒരു പേഴ്സൺ വല്ലാതെ ആഗ്രഹിക്കുന്നു. അതായത് ഒരു ഒളിച്ചോട്ടം അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്നും ഇപ്പം നിൽക്കുന്ന ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു പ്രശ്നങ്ങളിലും ഇൻവോൾവ് ആകാതെ ഒഴിഞ്ഞു മാറിപ്പോകാൻ പോലും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന നിങ്ങളോടൊപ്പം ഒരു ട്രാവലിംഗ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാമായിരുന്നു എന്നുള്ള ഒരു തോട്ട്സ് അവരിൽ ഇപ്പോൾ കണക്റ്റഡ് ആണ്. അപ്പം അവരിൽ തന്നെ നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജ് സംഭവിച്ചിട്ടുണ്ടാവാം പാസ്റ്റിൽ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജ് അല്ലെങ്കിൽ കറൻറ്റ്ലി ആണെങ്കിലും മുൻ സമയങ്ങളിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജ് തന്നെയാണ് ജീവിതത്തിൽ ഇപ്പം 3 എനർജിയിൽപ്പെട്ട് അതായത് വളരെ ശക്തമാകുന്ന പ്രശ്നങ്ങളിൽ പെട്ടി ഒരു വ്യക്തി ഉഴലുന്ന ഒരവസ്ഥയിൽ നിൽക്കുന്നത്. നിങ്ങളോട് ഒരുമിച്ച് എല്ലാം മാറ്റിവെച്ച് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി വരുത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ പാസ്റ്റിൽ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ പ്രശ്നങ്ങളെയും നിങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാമായിരുന്നു എന്നീ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് വല്ലാതെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷനിൽ അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു ഒരു പക്ഷേ ഒരു ബ്ലാക്ക് മാജിക് എനർജി മറ്റൊരു വ്യക്തിയുടെ പ്രസൻസ് കടന്നു വന്നിരുന്നു. ഒരു പക്ഷേ നിങ്ങളും അറിഞ്ഞിട്ടുണ്ടാവില്ല, ആ വ്യക്തിയും അറിഞ്ഞിട്ടുണ്ടാവില്ല. നിങ്ങൾക്കിടയിൽ നിങ്ങൾ 2 വ്യക്തികൾ അറിയാതെ മൂന്നാമതൊരു വ്യക്തിയുടെ ശത്രുഭാവം ഉണ്ടായിരുന്നു എന്നത് കറൻറ്റ്ലി ഇപ്പോൾ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു ഫാമിലി എനർജിയിലൂടെ കടന്നു പോകേണ്ട ബന്ധത്തിൽ തെറ്റിദ്ധാരണകളും അൺഹെൽത്തി സിറ്റുവേഷൻസും പവർ ലോസിങ്ങും എല്ലാം സംഭവിച്ചു. ഒരു വ്യക്തി ഇതിനകത്ത് ഇരയാക്കപ്പെട്ട സിറ്റുവേഷൻസിലേക്ക് പാസ്റ്റിൽ കടന്നു പോയതായിട്ടുള്ള കാര്യവും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതായത് നല്ലതും ചീത്തയും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള അതായത് ഒരു പൂർണ്ണതയിലേക്ക് വരുന്ന പോലെ അതായത് കയറ്റ ഇറക്കം എന്നൊക്കെ പറയും പോലെ നല്ല രീതിയിൽ നിന്ന ബന്ധം വളരെ മോശമായ സിറ്റുവേഷൻസിലേക്ക് പോയി. അത് പിന്നീട് ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയിലേക്ക് മാറേണ്ടി വന്നു. ഇതെല്ലാം അവർ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ കണക്റ്റ് ചെയ്ത് ചിന്തിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ അവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി അവരുടെ ലൈഫിൽ
ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഏറ്റവും പോസിറ്റീവ് ആയിരുന്ന ഒരു എനർജി ആയിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ പാസ്റ്റിലെ എനർജിയിലേക്ക് നോക്കുമ്പം അതിനെ അതിൻ്റേതായ രീതിയിൽ കാണാനോ അതുപോലെ തന്നെ അത് ലൈഫിലേക്ക് പ്രായോഗികമാക്കാനോ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കാതെ പോയി. അത് മറ്റുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റ്, മറ്റുള്ളവരുടെ വാക്കുകൾ, മറ്റുള്ളവരിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തത്, നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പോയത്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു നഷ്ടം സംഭവിച്ചതെന്നുള്ളതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു പക്ഷേ നല്ല രീതിയിൽ ഇമോഷണൽ കണക്ഷൻസ് ഉണ്ടായിരുന്ന, നല്ലൊരു സെലിബ്രേഷൻ എനർജി ഉണ്ടായിരുന്ന സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട്. ഇതിനിടയിൽ മൂന്നാമതൊരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ നിങ്ങളുടെ കൂടെ ഹാപ്പിനെസ്സോടു കൂടി, സന്തോഷത്തോടു കൂടി നിന്ന ഒരു എനർജി തന്നെയാവാം മൂന്നാമതൊരു സ്ഥാനത്ത് നിങ്ങളുടെ ബന്ധത്തിന് പവർ ലോസിങ് വരുത്താൻ ഇടവരുത്തിയത്. നല്ല സൗഹൃദ ബന്ധമാവാം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻ എനർജിയിലുള്ള വ്യക്തിയാവാം. എന്താണെങ്കിലും നിങ്ങളിലോ ആ വ്യക്തിയിലോ കണക്റ്റഡ് ആയിരുന്ന ഒരു പേഴ്സൻ്റെ പ്രസൻസാണ് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റെവിടെയോ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന, ഒരു സിറ്റുവേഷൻസിൻ്റെ പ്രാർത്ഥനയും നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളൽ വരുത്തിയതായിട്ട് അവർ കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പം നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റിങ് എനർജിയാണ്. ഇതൊരു ഡെത്ത് ആൻഡ് റീബർത്ത് എനർജിയിലേക്ക് പോകുന്ന റിലേഷൻ തന്നെയാണ്. ഇനി എത്രയൊക്കെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയാലും, എന്തെല്ലാം പ്രശ്നങ്ങളും തടസ്സങ്ങളും നിങ്ങളുടെ ബന്ധത്തിലുണ്ടായാലും 100% നമുക്ക് ഈ ഒരു റിലേഷനിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങളിൽ ആ ഒരു വ്യക്തി ഫോക്കസ്ഡ് ആണ്, നിങ്ങളെ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ച് പോസിറ്റീവായിട്ട്, അതായത് ഒരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് എപ്പോഴും ഹാപ്പി മൊമെൻറ്റ്സോട് കൂടി ചിന്തിക്കുന്നതും നിങ്ങളുടെ എനർജിയെ തന്നെയാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. അവർ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും നിങ്ങളെ ആ ഒരു വ്യക്തി ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ദ സ്റ്റാർ എനർജിയാണ്. ജസ്റ്റിസ് വേണ്ടി വരും എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. എത്രയൊക്കെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്താലും, ഈ ഒരു റിലേഷനിൽ എത്രത്തോളം എന്താ പറയുക പ്രാധാന്യം നൽകാതെ പോയാലും, നിരാശ എന്ന് പറയുന്നൊരു കാര്യം എപ്പോഴും അവരിൽ കണക്റ്റഡ് ആണ് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളെന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ ഒരു നിരാശയായിട്ടാണ് നിൽക്കുന്നത്, ഒരു നഷ്ടബോധമായിട്ടാണ് നിൽക്കുന്നത്. ഇടയ്ക്കത് റോങ് സിറ്റുവേഷൻസ് ആയിട്ട്, അതായത് പോകുന്നെങ്കിൽ പോവട്ടെ, ഇതെനിക്കുള്ളതല്ല എന്നുള്ള ഒരു ചിന്ത കൂടി അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവർ വല്ലാത്ത നിങ്ങളെ പ്രതീക്ഷിക്കുന്ന ഒരു എനർജി, അതായത് പൂർണ്ണമായിട്ടും നിങ്ങളിൽ നിന്നും ഈ ഒരു പേഴ്സണ് വിട്ടുപോകാൻ സാധിക്കുന്നില്ല. നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് മാത്രമല്ല, നിങ്ങളെ ഫോക്കസ് ചെയ്യുകയും കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു ജസ്റ്റിസ് എനർജിയാണ്, കർമ്മപരമായിട്ടുള്ള ബന്ധം തന്നെയാണ്. നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അവരതിൽ സക്സസ് ആയിട്ടുണ്ട് എങ്കിൽ അവരതിൽ സംതൃപ്തിപ്പെടുന്നതേ ഇല്ല. അവർ ചിലപ്പോൾ വിജയിച്ചു, നിങ്ങൾ നിസ്സഹായതയോടുകൂടി തിരിഞ്ഞ് നടന്നിട്ടുണ്ടാവാം, അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എത്ര പറഞ്ഞാലും ആ ഒരു ബന്ധത്തിൽ ഇനി നിൽക്കുന്നതിൽ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് ഒരു പക്ഷേ നിങ്ങൾ തിരിഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്തെടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് എവിടെയാണോ നിങ്ങളുടെ ബന്ധത്തിൽ പ്രോബ്ലംസുകൾ ഉണ്ടായത്, ആ സാഹചര്യത്തിൽ നിന്ന് അവരൊരടി പോലും മുന്നോട്ടേക്ക് പോയിട്ടില്ല. നിങ്ങൾ പിന്നിലേക്ക് തിരിഞ്ഞ് നടന്നു എങ്കിൽ പോലും അവരവിടെ തന്നെ സ്ട്രക്കായിട്ട് നിൽക്കുന്നുണ്ട്, നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അവർ പിടി തരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇംബാലൻസിങ് എനർജിയാണ്. ഒരു ജസ്റ്റിസ് ഉണ്ട്, അതായത് മറ്റൊരു സിറ്റുവേഷൻസ് അവരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവർക്ക് അനങ്ങാൻ പറ്റാത്ത വിധം, ഒരു പക്ഷേ അവരുടെ ലൈഫിലേക്ക് ഇമോഷണലി കണക്റ്റഡ് ആയി നിൽക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവർക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്ന, അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു സപ്പോർട്ടോ അവർക്കൊരു സഹായകരമാകുന്ന സിറ്റുവേഷൻസുകളോ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഇവരെ വളരെ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ ഫോക്കസ് ചെയ്യുന്നത് ഇമോഷണൽ വെയിറ്റിംഗ് ആണ്. അതായത് ആ ഒരു ഇവരുടെ സ്നേഹം സ്വീകരിക്കാനും അവരുടെ സ്നേഹം കൊടുക്കാനുമായിട്ടുള്ള, അവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ഇംബാലൻസിങ് എനർജി വരുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനമില്ല. രണ്ട് സിറ്റുവേഷൻസും ഒരേ വാല്യൂവിലാണ് നിൽക്കുന്നതായിട്ട് കാണുന്നു. ഒന്നിനൊന്ന് മെച്ചമായിട്ട്, അല്ലെങ്കിൽ ഒന്നിനെ ഒഴിവാക്കി മറ്റൊന്നിന് പ്രാധാന്യം കൊടുക്കുക എന്നത് അസാധ്യമാകുന്നൊരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 10 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഒരു പൂർണ്ണതയിൽ എത്തേണ്ട ബന്ധമായിരുന്നു.
ഒരു പക്ഷേ ഏകദേശം ഒരു 50% എങ്കിലും ഇതൊരു പൂർണ്ണതയിൽ എത്തി നിന്ന സമയത്താവാം ഈ റിലേഷനിൽ ഒരു ട്രാജഡി സംഭവിച്ചത്. നിങ്ങളോ അവരോ അറിയാതെ ആയിരിക്കാം ഈ ഒരു റിലേഷൻ നിങ്ങളിൽ നിന്ന് അവസാനിച്ചു പോയത്. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ഇതിൽ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ഫലമാവാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വിധിച്ചിട്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. രണ്ടുപേർക്കും പ്രശ്നമില്ലാതെ ചിലപ്പോൾ ഈ ഒരു റിലേഷനിൽ ഒരു ശക്തമാകുന്ന തകർച്ച അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ശക്തമാകുന്ന നോ കോണ്ടാക്റ്റ് എനർജി കണക്റ്റഡ് ആയിട്ടുണ്ടാവാം. എന്താണെങ്കിലും ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നതിൽ ഒരു വ്യക്തി വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്ത് തന്നെ നിന്നിരുന്നതായിട്ടാണ് കാണുന്നത്. ചിലരുടെ എനർജിയിൽ നോക്കുമ്പോൾ ചൈൽഡ്ഹുഡ് കാലഘട്ടം മുതൽക്ക് അല്ലെങ്കിൽ നിങ്ങളൊരു എഡ്യൂക്കേഷൻ പരമാകുന്ന കാലഘട്ടത്തിലൂടെ കണക്ട് ചെയ്ത് വന്ന ബന്ധം, ഒരു കളിക്കൂട്ടുകാരൻ കളിക്കൂട്ടുകാരി എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ ആ ഒരു എനർജി സമയത്തൊക്കെ കണക്റ്റഡ് ആയിരുന്ന ബന്ധമായിട്ട് നമുക്കിതിനെ പറയേണ്ടി വരും കേട്ടോ. എന്താണെങ്കിലും ഒരു ഫ്യൂച്ചർ എനർജിയിലേക്ക് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ യോഗമുണ്ടായിരുന്ന റിലേഷൻ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയിൽ സമയത്തിൻ്റെയും മറ്റ് സിറ്റുവേഷൻസുകളുടെയും മറ്റു വ്യക്തികളുടെയും എല്ലാം ഒരു ഇടപെടലാണ്. പിന്നെ ഒരു ദൃഢനിശ്ചയമില്ലായ്മയും ഈ ഒരു ബന്ധത്തിനകത്ത് പ്രോബ്ലംസുകൾ ക്രിയേറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. 3 ഓഫ് കപ്സിൻ്റെ എനർജി നിൽപ്പുണ്ട്. ഒരു റീയൂണിയൻ പ്രസൻസിനുള്ള യോഗമുണ്ട്, ഒരു തിരിച്ചുവരവിനുള്ള യോഗമുണ്ട്. അതെങ്ങനെ എന്നുള്ളതിലാണ് ഇവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് അവർ നിൽക്കുന്നത്. അതായത് കർമ്മ അവസാനിക്കും, പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ മാറും, ഈ ഒരു സെപ്പറേഷൻ പീരീഡൊക്കെ അവസാനിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അത് എപ്പോൾ എങ്ങനെ എന്നുള്ളതിന് അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല. ഒന്നും ക്ലാരിറ്റി ഇല്ലാതെ അവർ പകച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നിലധികം വഴികൾ അവർ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒന്നും അവരിലേക്ക് ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അല്ലെങ്കിൽ ധൈര്യത്തോടു കൂടി അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയും. ശരിക്കും അവരൊരു തളർന്ന അവസ്ഥയിലാണ്, അവർ വീണ് കിടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരുടെ സമയം, സാഹചര്യങ്ങൾ, അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു വലിയ വീഴ്ചയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർ റിയൂണിയൻ എനർജിയെ വിശ്വസിക്കുന്നുണ്ട്. അവർക്കറിയാം ഇതൊരു സൺറൈസിങ്ങിലൂടെ, ഒരു സക്സസ്സിലൂടെ കടന്നു പോയിരുന്ന ബന്ധമാണ്. അന്ന് അവിടെ കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുക്കുകയോ ഫോക്കസ് ചെയ്യുകയോ ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ബർഡൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളത് അവർ പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ മുൻ സമയങ്ങളിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നല്ല പോസിറ്റീവായിട്ട് ഒരു തടസ്സങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ലാതിരുന്ന സമയത്ത് അവർ നല്ല രീതിയിലൊരു ആക്ഷൻ എടുക്കാതെ അവരും കുറച്ചൊന്ന് സ്റ്റക്കായിട്ട് നിന്നു. അതായത് പണിയെടുക്കാതെ നിന്നാൽ നമുക്കറിയാലോ അതിനകത്ത് ഫലമില്ലാതെ പോവുകയുള്ളൂ എന്ന്. ആ ഒരു അവസ്ഥയിൽ പോയതാണ് ഇന്ന് ഈ ഒരു ബർഡൻ്റെ കാരണമെന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ഈ ഒരു ബർഡൻ ഇറക്കി വെക്കണമെന്നവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ട്. അവർ നിങ്ങളിലേക്ക് ഇമോഷണലി കണക്റ്റഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് വിളിക്കണം, നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്നവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ എന്തോ ഒന്ന് പിടിച്ച് നിർത്തുന്നുണ്ട്. എന്തിനെയോ അവർ ഭയപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. ഒരു പക്ഷേ നിങ്ങളിൽ ആർക്കെങ്കിലും ഫാമിലി എനർജി ഉള്ളതാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസുകൾ റിലീജിയൻ പരമായിട്ടോ മറ്റെന്തൊക്കെയോ കാര്യങ്ങളാൽ നിങ്ങൾക്കിടയിലൊരു ബൗണ്ടറി ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു തടസ്സമുണ്ട്. അവർക്ക് എടുത്ത് ചാടാൻ പറ്റാതെ അവർ ഭയപ്പെടുന്ന ചില സിറ്റുവേഷൻസുകളുണ്ട്. പക്ഷേ നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നുമുണ്ട്, നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുമുണ്ട്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവർ ഇമോഷണലി നിങ്ങളെ റിജക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളോട് ഇതിൽ പൂർണ്ണതയില്ല, എനിക്ക് ഈ ഒരു ബന്ധത്തിൽ സംതൃപ്തിയില്ല, എന്നിലേക്കിനി കണക്റ്റഡ് ആവണ്ട എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് മൂവ് ഓൺ ചെയ്തൊരു വ്യക്തിയാവാം. പക്ഷെ നിങ്ങളുടെ ത്യാഗം, നിങ്ങളുടെ ക്ഷമ, നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തതിൻ്റെ ഫലം നിങ്ങളോട് ഇപ്പം ഈ ഒരു പേഴ്സണുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. ഒന്നും അവർ ചിന്തിക്കാതെ മനസ്സുകൊണ്ട് നിങ്ങളെ അമിതമായിട്ട് സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് അവർ എലോൺ എനർജിയിലാണ്, ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ. അവരുടെ ജീവിതത്തിൽ ആകെയുള്ളത് കുറച്ച് ഈഗോ മാത്രമേ ഉള്ളൂ. അതായത് തോറ്റു കൊടുക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ. ഈ ഒരു തോറ്റു തരിക എന്നതിന് ഇവർക്ക് സാധിക്കാത്തതിൻ്റെ കാര്യം നല്ലൊരു മെൻ്റൽ ക്ലാരിറ്റി ഉള്ള
നല്ലൊരു ഇൻ്റലക്ച്വൽ പവറുള്ള, സെൽഫ് ഡിസിപ്ലിനുള്ള, കുറച്ചൊക്കെ വിശ്വസ്തതയും പൂർണ്ണതയും സത്യസന്ധത അതെല്ലാം അവർ നിലനിർത്തുന്നൊരു വ്യക്തിയുമാണ്. ഒരു പക്ഷേ ഒരു എഡ്യൂക്കേറ്റഡായ നല്ല പവർഫുള്ളായ മറ്റുള്ളവരാൽ റെസ്പെക്റ്റ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണുമായിരിക്കാം നിങ്ങളുടെ ഈ ഒരു വ്യക്തി. അപ്പോൾ അതിൻ്റേതായ ഒരു ഈഗോ അവരുടെ മനസ്സിലുണ്ട്. പിന്നെ അവരെ സംബന്ധിച്ച് അവർ ഒറ്റയ്ക്കാണ്. നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് അൺകണ്ടീഷണലാണ്. നിങ്ങളോട് തോന്നിയ സ്നേഹം ഈ വ്യക്തിക്ക് മറ്റാരോടും തോന്നിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും വലിയ സത്യമാണ്. അവരുടെ ലൈഫിൽ പല കാര്യങ്ങളും കടന്നു പോയിട്ടുണ്ടാവാം, പല ബന്ധങ്ങളും പല വ്യക്തികളും പല സിറ്റുവേഷൻസും അവരുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ ഇതിനകത്ത് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങളോട് തോന്നിയ ഒരു ഫീലിങ്സ്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് ആ പേഴ്സൺ ഉണ്ടായിരുന്ന ഇഷ്ടം, ആഗ്രഹം, ആകർഷണീയം ഇതൊന്നും അവർക്ക് മറ്റാരോടും തോന്നിയിട്ടില്ല, ഇപ്പോഴും കറൻറ്റ്ലി തോന്നുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. നിങ്ങൾ അവരെ ഇപ്പോഴും പ്രഷ്യസ് ആയിട്ട് കാണുന്നു. ഒരു പക്ഷേ ചിലരെയൊക്കെ സംബന്ധിച്ചൊരു ലോങ് ഡിസ്റ്റൻസ് നിങ്ങളുടെ ബന്ധത്തിൽ കറൻറ്റ്ലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവാം. ഒരുപാട് പെട്ടെന്ന് കാണാനോ പെട്ടെന്ന് കണക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത വിധമുള്ള ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി ഉണ്ട്. പക്ഷേ എങ്കിലും നിങ്ങളെ ഫോക്കസ് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് അവരറിയാൻ ശ്രമിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവരുടെ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ അവരിലേക്ക് കണക്റ്റഡ് ആക്കുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ച് അവരുടെ ഹാപ്പിനെസ് നഷ്ടപ്പെടുത്തുകയാണ്. അവർക്ക് ഒന്നിലും ശ്രദ്ധ കൊടുക്കാനോ ഒന്നിനോടും താല്പര്യമില്ലാതെ ഒരു വല്ലാതെ ഉൾവലിഞ്ഞ് ഒറ്റപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസ്. ഓൾറെഡി അവർ ഒറ്റയ്ക്കാണ്. അവരുടെ ലൈഫിൽ മറ്റ് സിറ്റുവേഷൻസുകളൊന്നും തന്നെ കറൻറ്റ്ലി ഇല്ല. അപ്പം അവരുടെ ആ ഒരു മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ സിറ്റുവേഷൻസുകൾ ഇട്ടുകൊടുക്കുന്നു. അത് അവരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെങ്തിനെ തകർത്ത് കളയുന്നതായിട്ടാണ് കാണുന്നത്. അവർ സാമൂഹികമായിട്ടൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ ഒരുപാട് ആളുകളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് കടന്നു പോകുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സുകൊണ്ട് എവിടെയോ അവർക്ക് ഒരു കുറവ് ഫീൽ ചെയ്യുന്നു. ഒരു വീഴ്ച സംഭവിച്ചതുപോലുള്ളൊരവസ്ഥ. ഈ പറഞ്ഞതുപോലെ ഒരു ഇൻഡിസിഷൻ എനർജിയാണ്. അവർക്ക് ഒരു തീരുമാനവും ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്നില്ല. കുറച്ച് ഈഗോ ഉണ്ടെന്ന് മാത്രം, അല്ലെങ്കിൽ കുറച്ചൊരു ഒരു മെൻ്റൽ പവർ ഉണ്ട് എന്നത് മാത്രമേ ഉള്ളൂ. അവരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം ഏറ്റവും നിഷ്കളങ്കവും അതുപോലെ തന്നെ നിസ്സഹായതയുമുള്ള ഒരു എനർജിയിലാണ് ഇപ്പം കറൻറ്റ്ലി ആ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. നൈനോസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിരാശയാണ്, വിരക്തിയാണ്. ശരിക്കും നഷ്ടപ്പെട്ടതിനെ തിരിച്ച് കിട്ടാത്ത വിധമുള്ള ഒരു പെയിൻ എനർജിയിലൂടെയാണ് ആ ഒരു വ്യക്തി പോകുന്നത്. നഷ്ടപ്പെട്ടതിൻ്റെ വാല്യൂ അവർ തിരിച്ചറിയുന്നു. പ്ലസ് അവരെ സംബന്ധിച്ച് അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ ആഴത്തിൽ ആഗ്രഹിക്കുന്നതാണ് ന്യൂ ബിഗിനിങ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾ കണക്ഷൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലും രണ്ടുപേരും രണ്ട് ദിശയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരു പക്ഷേ നിങ്ങളെ വെറുക്കുന്നു, അവർക്ക് നിങ്ങളോട് താല്പര്യമില്ല, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അവരെ തെറ്റിദ്ധരിക്കുന്നു. അവരും അതുപോലെ തന്നെയാണ് ചിന്തയിലൂടെ കടന്നു പോകുന്നത്. നിങ്ങളും മൂവ് ഓൺ ചെയ്തു. നിങ്ങളിനി ഒരിക്കലും ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യില്ലായിരിക്കുമെന്നും, അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്ത ചില പ്രവൃത്തികൾ ഒരു സമയത്ത് ആ ഒരു തോന്നിയ ഈഗോയുടെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഒരു സെൽഫിഷ് മെൻറ്റാലിറ്റിയുടെ പുറത്തോ ഒക്കെ അവർ ചെയ്ത ചില കാര്യങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്തകളിൽ അവർക്കും ചില തെറ്റിദ്ധാരണകൾ കറൻറ്റ്ലി ഉണ്ട്. പക്ഷെ അവരുടെ പ്രതീക്ഷ, അവരുടെ ആഗ്രഹമെന്ന് പറയുന്നത് എല്ലാം ഒന്ന് ക്ലാരിറ്റി വരുത്തി ഒരു റീയൂണിയൻ എനർജിയാണ്. സിംഗിൾ എനർജിയിലുള്ളവരിലേക്കും മാര്യേജ് എനർജിയിലൊക്കെ നിൽക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കുമ്പം വീണ്ടും ഒരു സെലിബ്രേഷൻ, ഒരു ഒത്തുചേരൽ, ഒരുമിച്ച് മുന്നോട്ടേക്കുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസ് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാത്ത ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്കും മറ്റു ബന്ധങ്ങളിലേക്കൊക്കെ നോക്കുമ്പം നിങ്ങളും അവരും തമ്മിൽ നല്ലൊരു നല്ലൊരു ബോണ്ടുള്ള, നല്ലൊരു പവർഫുള്ളായൊരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഹെൽത്തി എനർജിയിലേക്ക് ഒരു ബന്ധം മാറിയിരുന്നു എങ്കിലെന്ന് അവരാഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ.